ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു 7 റീയൂസബിൾ ഐഡിയാസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ പഴയ പില്ലോ കവേഴ്സൊക്കെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയാസാണ് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പില്ലോസിൻ്റെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പില്ലോസൊന്നും കേടുവരാതെ കുറേ നാൾ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ആ ഒരു ഷെയ്ഡ് കാര്യങ്ങളൊന്നും മാറാതെ പില്ലോസൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പുതിയ ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ലൈനിങ്ങിന് യൂസ് ചെയ്യുന്ന ആ പില്ലോസ് മന്ത്ലിയോ ട്വൈസ് ഇന്ന മന്തൊക്കെ എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് റീയൂസൊക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഐഡിയ എന്ന് പറയുന്നത് ഇതൊരു പഴയ പില്ലോ കവറാണ്. അപ്പോൾ പില്ലോ കവേഴ്സ് വെച്ചിട്ട് നമുക്കിതുപോലെ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫാനൊക്കെ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ താഴെ പൊടിയൊന്നും ആവാണ്ട് തന്നെ നമുക്കിതുപോലെ തന്നെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഫാന് ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറൊന്നും ചീത്തയാവാണ്ട് നമുക്ക് സൂക്ഷിക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ആ ഒരു പൊടി കാര്യങ്ങളൊക്കെ ആ ഒരു ഫാനിൻ്റെ ലീഫിലുള്ള പൊടി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പില്ലോ കവേഴ്സിൽ തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മുടെ തേർഡ് ഐഡിയ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പില്ലോ കവേഴ്സ് നമുക്ക് സ്റ്റോറേജ് ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റ് പില്ലോസൊക്കെ മടക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഷെയ്ഡിലുള്ള പില്ലോസും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പില്ലോ കവേഴ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സീക്വൻസ് വർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേറെ ഡ്രസ്സായിട്ട് നമുക്ക് മെർജ് ചെയ്യേണ്ട, അല്ലാതെ സെപ്പറേറ്റ് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷെൽഫിൽ തന്നെ ഇതുപോലെ ഉള്ള പില്ലോ കവേഴ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കേടുകൂടാതെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ബെഡ്ഷീറ്റിൻ്റെയൊക്കെ റീയൂസാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നല്ല ഗുഡ് കണ്ടീഷനുള്ള ഫെയ്ഡൊന്നും ആവാത്ത ബെഡ്ഷീറ്റൊക്കെയാണ് കീറിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ട് അത് നമുക്കൊരു കിഡ്സ് ബെഡ്ഷീറ്റാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെയാണ് കീറിപ്പോയിട്ടുള്ളതെങ്കിൽ അത് ഇതുപോലെയുള്ള സൂട്ട് കേസിനൊക്കെ കവറാക്കി ഇടാനും അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ക്ലോത്തൊക്കെ ആക്കി ഇടാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു സൂട്ട് കേസിനൊരു കവർ സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഏത് സൂട്ട് കേസാണോ നമ്മൾ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സൂട്ട് കേസിൻ്റെ എല്ലാ സൈഡിലുള്ള വിഡ്ത്ത് 3 സൈഡിലുള്ള വിഡ്ത്ത് ഹാഫ് വെച്ചിട്ട് ആ ഒരു വിഡ്ത്ത് എത്രയാണോ, ഇപ്പോൾ 8 ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നതെങ്കിൽ 8 ഇഞ്ചാണ് വരുന്നതെങ്കിൽ 4 ഇഞ്ച് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് 3 സൈഡിലും എടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഓപ്പണിംഗ് വരുന്ന ഈ ഒരു ഭാഗമല്ലേ, ഓപ്പണിംഗ് വരുന്ന ഭാഗത്താണെങ്കിൽ നമ്മൾ 1/4 ഭാഗത്തോളം ആ ഒരു മടക്കി തയ്ക്കുന്ന അതും കൂടെ കൂടിയിട്ട് ഒരു 1/4 ഭാഗം ഏറെ ആക്കിയിട്ട് ആ ഒരു സൈഡിൻ്റെ 1/4 ഭാഗം ഏറെ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെയും സൂട്ട് കേസ് നീടൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ ഏത് സൂട്ട് കേസിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തു നിന്നും ഹാഫ് വിഡ്ത്ത് ലെങ്ത്ത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. എന്നിട്ട് 3 സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്പണിംഗ് വരുന്ന ഭാഗം മാത്രം ഒന്ന് എലാസ്റ്റിക് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഇതാ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡ് ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗമാണല്ലോ, അപ്പോൾ അതൊരു ക്ലോസ്ഡ് സൈഡാണ്. അപ്പോൾ നമ്മുടെ 3 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഓപ്പണിംഗ് വരുന്ന ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു എലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോൾഡിങ്ങും എലാസ്റ്റിക്കും കൂടെ അറ്റ് എ ടൈമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ള ഒരു എലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എത്ര എടുക്കണം എന്നുള്ളത് നമുക്ക് ടോട്ടൽ നമ്മുടെ ആ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ ഹാഫായിട്ട് എടുത്താൽ തന്നെ മതിയാകും. ഇപ്പോൾ ഫുൾ ലെങ്ത്തിൻ്റെ ഹാഫായിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഒരു 1-2 ഇഞ്ച് മാത്രം ഒന്ന് കൂട്ടിയെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു എലാസ്റ്റിക് ഫിറ്റായിട്ട് തന്നെ അതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു സൈഡിൻ്റെ ഇത്രയും എടുത്തതിന് ശേഷം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ഇതും കൂടെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ആ ഒരു ഭാഗം കൂടെ നമ്മൾ എലാസ്റ്റിക് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു ടൈപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ആ ഒരു എലാസ്റ്റിക്കിൻ്റെ കംഫർട്ടിൽ തന്നെ നമ്മുടെ സൂട്ട് കേസ് റെഡിയായി നിന്നോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൊടിയൊന്നും വരാണ്ട് നമ്മുടെ സൂട്ട് കേസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ഷെൽഫിൻ്റെ മുകളിലെടുത്ത് വയ്ക്കലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ താഴേക്കാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൂട്ട് കേസിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനൊരു കവറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സൂട്ട് കേസൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ നല്ല കംഫർട്ടബിൾ ആൻഡ് അതുപോലെ തന്നെ ഫിറ്റിങ്സും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു മെഷർമെൻറ്റിൽ ആ ഒരു ടൈപ്പിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ സാധാരണ ബെഡ്ഷീറ്റൊക്കെ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുടക്കാനൊക്കെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെയൊക്കെ മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ റീയൂസ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അത് ടേബിൾ ക്ലോത്തായിട്ടും ഞാനിവിടെ ഒരു ബെഡ്ഷീറ്റ് പീസ് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഗുഡ് കണ്ടീഷനിലുള്ള നല്ല ടൂത്ത് ബ്രഷൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞുമക്കളുടെ ബ്രഷൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബ്രഷ് നല്ല നീറ്റ് ആൻഡ് ആ ഒരു ബ്രഷിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ റീയൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ കയ്യെത്താത്തതും അതുപോലെ തന്നെ വേറെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ തട്ടാത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെയുള്ള ടൈനി ഏരിയാസൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ബ്രഷ് വെച്ചിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടെ നമ്മുടെ ബ്രഷൊക്കെ ഒന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഇതുപോലെയുള്ള ജ്വല്ലറി ബോക്സിൻ്റെ റിയൂസാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഒരു ബട്ടൺസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ടും സ്റ്റഡി ആയിട്ടും സേഫായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ഹെയർ ക്ലിപ്സ് അതുപോലെ തന്നെ കുട്ടികളുടെ ഹെയർ ആക്സസറീസ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി പിൻസ് ഇതുപോലെയുള്ള ടൈനി നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു യാത്രക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫുൾ പാക്ക് എടുക്കാണ്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞു ബോക്സിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ട്രാവൽ കംഫർട്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലെയുള്ള ബോക്സൊക്കെ കളയുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നമ്മുടെ ഇതുപോലെയുള്ള സെറാമിക്കിൻ്റെ കപ്പൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പൊട്ടിയിട്ടുള്ളതും ഹാൻഡിൽ ബ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഒരു കപ്പാണ്. ഇത് ഹാൻഡിൽ മാത്രം പൊട്ടിയിട്ടുള്ള ഒരു കപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്ററായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കപ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ പെൻ സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കിച്ചണിലൊക്കെ ആണെങ്കിൽ കട്ട്ലറി ഹോൾഡറായിട്ട് ഈ ഒരു സെയിം കപ്പ് നമുക്ക് റീയൂസും കൂടെ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു കപ്പ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് വാൾ പുട്ടി വെച്ചിട്ടാണ്. നമുക്കതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ്, ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ട് പല ഷേപ്പിലും നമ്മുടെ ഈ ഒരു പൊട്ടിയിട്ടുള്ള കപ്പ് കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതുപോലെയുള്ള ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ ചെറിയ ലിഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള സെറാമിക് ജാർസിൻ്റെ ലിഡ്, അങ്ങനെയുള്ള ലിഡ്സൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കലാണ് പതിവ്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസിൽ കൊണ്ടുവരാവുന്നതാണ്. ഇതുപോലെയുള്ള സെറാമിക് ലിഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ ലിഡാണെങ്കിലും നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ ലിഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണ ആരും ഗ്ലാസ്സിന് ലിഡ് യൂസ് ചെയ്യലില്ല, ഏതെങ്കിലുമൊക്കെ അടപ്പ് വെച്ചിട്ടൊക്കെ ആയിരിക്കും അടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലിഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലാസ്സിന് നല്ല കംഫർട്ടബിളായിട്ട് ആ ഒരു കറക്റ്റ് സൈസിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും കൂടെ ഇങ്ങനെയുള്ള ലിഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിട്ട് തന്നെ മതിയാകും. പ്ലാസ്റ്റിക്കിൻ്റെ ലിഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോട്ട് ഡ്രിങ്ക്സൊക്കെ ആണെങ്കിൽ അത് അടച്ചു വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇതുപോലെയുള്ള സ്നാക്ക് കണ്ടെയ്നേഴ്സൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിൽ നമുക്ക് നമ്മൾ യൂസിൽ വരാത്ത അല്ലെങ്കിൽ എക്സ്ട്രാസ് ഉള്ള സ്പൂണ്, ഫോർക്ക്, കത്തി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരു 7 ഐറ്റംസിൻ്റെ റീയൂസ് ഐഡിയാസാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസും കൂടെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.